സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ പറഞ്ഞില്ല, കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു. അത് ഞാൻ വെളിയിലായിരുന്നു. ഇന്നലെ വന്ന് ഇന്ന് പകൽ 2 വീഡിയോ ഇട്ടു. ഇന്നിപ്പോൾ ഒരു വീഡിയോ ഇടും. നമ്മൾ ഈ സാമൂഹിക പ്രശ്നങ്ങളൊക്കെ കാണുമ്പം നമ്മൾ മറ്റുള്ളവരോട് മല്ലടിക്കാതെ നമുക്ക് പറയാനുള്ളത് തന്നെ വീട്ടിൽ ഇരുന്ന് പറയുക എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഒരു 10-500 പേരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തന്നെ ആദ്യമൊക്കെ ഒരു 50 പേര് കണ്ടു, 100 പേര് കണ്ടു, 500 പേര് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കാൻ ആളുണ്ടല്ലോ. അത് കാരണമാണ് വീണ്ടും വീഡിയോ ഇടുന്നത്. അപ്പം ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പത്മ പുരസ്കാരത്തെ പറ്റിയാണ്. അപ്പം പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, അത് കഴിഞ്ഞാണ് ഭാരതരത്നം. അപ്പം പത്മശ്രീ, ഏതെങ്കിലും എന്തെങ്കിലും ആയിട്ട് അതിന് ഈ വെള്ളാപ്പള്ളി നടേശനും മമ്മൂട്ടിക്കും ഏകദേശം ഒരേ ലെവലിലുള്ള ഒരു അവാർഡ് കിട്ടി. അപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ അവാർഡിനെ പറ്റി ഒത്തിരി ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഒത്തിരി പേര് അധിക്ഷേപിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കും പറയാനുള്ളത്, അദ്ദേഹം 120 മേളിൽ, എൻ്റെ അഭിപ്രായത്തിൽ 126 കേസിലെ പ്രതിയാണ്. അതിനകത്തൊരു കൊലക്കേസിൽ തന്നെ പ്രതിയാണ്. അതുപോലെ പുള്ളിക്ക് കൊടുത്തതോടുകൂടി VS അച്യുതാനന്ദനും കൊടുത്തിട്ടുണ്ട്. VS അച്യുതാനന്ദൻ ഇച്ചിരി കൂടെ ഉയർന്ന ഒരു അവാർഡാണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ VS അച്യുതാനന്ദന് കൊടുത്തതും ഇദ്ദേഹത്തിന് കൊടുത്തതും തമ്മിലുള്ള ഒരു ഇതെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും 2 കേസിലെ ഒരു കേസിലെ വാദിയും പ്രതിയുമാണ്. ഈ വെള്ളാപ്പള്ളി ഒരു പ്രതിയാണ്, VS അച്യുതാനന്ദൻ്റെ വാദിയുമാണ്. ഈ വാദിക്കും പ്രതിക്കും ഒന്നിച്ച് അവാർഡ് കൊടുത്തു. അപ്പോൾ ഈ വെള്ളാപ്പള്ളിക്ക് അവാർഡ് കൊടുത്തു പോട്ടെ, നമുക്ക് അവാർഡ് കൊടുക്കുന്നതിനോ അവാർഡ് കിട്ടുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല, കൊടുത്തു. പക്ഷേ ഇദ്ദേഹത്തിന് കിട്ടാനുള്ള ന്യായമൊക്കെ എന്തുകൊണ്ടെന്ന് നമുക്കറിയത്തില്ല. അതിൻ്റെ ന്യായം പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഏത് ആൾക്കാർക്കും പൈസ കൊടുത്താൽ കിട്ടുന്ന ഒരു സാധനമാണ് ഈ അവാർഡുകൾ. ഞാൻ മേടിച്ചിട്ടുണ്ട് എന്നൊക്കെ ചോദിച്ചൊരു നിങ്ങളൊക്കെ കേട്ട് കാണും. അങ്ങനെയുള്ള ഒരു ആൾ ഒടുവിൽ എൻ്റെ പട്ടി മേടിക്കുമെന്ന് പറഞ്ഞൊരു പാർട്ടിയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിന് ഈ അവാർഡ് കൊടുക്കാനായിട്ട് ഈ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചത് ഇദ്ദേഹത്തിൻ്റെ മുൻകാല ചാനലുകളോ പുള്ളി പറഞ്ഞിരിക്കുന്ന വർത്തമാനങ്ങളൊന്നും കേട്ടില്ലയോ എന്ന് ഞാൻ ഈ അവാർഡ് പ്രഖ്യാപിച്ച സമിതിയോട് ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് രാഷ്ട്രപതി തിരുത്തണം എന്ന് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന. ഓക്കെ, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.